ഞാൻ ലോട്ടറി അടിച്ചതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്വപ്നം എനിക്കിപ്പോൾ തുടങ്ങാൻ പറ്റി. എനിക്ക് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഹോട്ടൽ ഫീൽഡ് പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അതിപ്പോൾ ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ ശാലയാണ്. അപ്പോൾ അതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ വലുതായിട്ടൊരു ഹോട്ടൽ ഇപ്പോൾ കൈതമുക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അടിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറാൻ പറ്റി. എൻ്റെ ബന്ധുക്കളെ എനിക്ക് സഹായിക്കാൻ പറ്റി. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. തുടങ്ങിയ സമയത്ത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ഹാപ്പിയാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ടാണ് പെട്ടെന്ന് കയ്യിൽ വന്നത്. അപ്പോൾ പലരും ഈ ലോട്ടറി അടിച്ചതിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടും അവരെ കയ്യിൽ കിട്ടിയിട്ട് ആ പൈസ അവർക്ക് നിൽക്കാതെ വെളിയിൽ പോയിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടിയ ഉടൻ തന്നെ പൈസ എടുത്ത് നമ്മൾ മുതലാക്കി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്നെല്ലാം പോകും. നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ പൈസ തുടങ്ങും. ഞാൻ ഇപ്പോൾ 2 വർഷം വരെ ഞാൻ വേറെ ഒന്നിലും ഒരു ബിസിനസ് കാര്യങ്ങളിലൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ സ്വപ്നമായ ഒരു ഹോട്ടൽ ഫീൽഡിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ നമ്മളെ കയ്യിൽ പൈസ വരുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് കാര്യങ്ങളെല്ലാം ആദ്യം മെയിനായിട്ട് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആകെപ്പാട് ബുദ്ധിമുട്ടിലായി പോകും. അങ്ങനെ 1-2 പേർക്ക് അത് പറ്റി. കാരണം ലോട്ടറി അടിച്ച് പൈസ എല്ലാം ചിലവായി വീട് തന്നെ പോകാനുള്ള സിറ്റുവേഷനിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പല ആൾക്കാരുടെ അടുത്തും ചോദിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ 1-2 സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച്, അതായത് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് വിൽക്കുന്ന അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ നോക്കി കണ്ടും തന്നെയാണ് ചെയ്തു പോകുന്നത്. ഉണ്ടായിരുന്നത് ഈ ഇടയ്ക്ക് വരെ ഉണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പും ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവർ 10 ലക്ഷം വന്ന് ചോദിച്ചത്. കാരണം അവരെ വീട് ജപ്തി ആവുന്ന രീതിയിൽ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അതായത് ബാങ്ക് അവർക്ക് ലോണ് സാങ്ഷൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റി. അല്ലാതെ ഇപ്പോൾ വന്ന് ചോദിക്കുന്ന എല്ലാവർക്കും ടപ്പന്നിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇതിന് മുമ്പ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വരുന്നതേ ഉള്ളൂ. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം സഹായിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ മെയിനായിട്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിലെ ഇതായിട്ട് ഞാൻ, അതായത് പള്ളി, ആശ്രമം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ മെയിനായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് രോഗികൾക്ക് മാത്രം ഇവിടെ കാണുമ്പോൾ അവരെ മാത്രം ഹോസ്പിറ്റലിൽ ചിലവിൽ മാത്രം ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റേതായിട്ട് മാസം തോറും 2 ഇത് വരുന്നുണ്ട്, ട്രസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് കൊടുക്കുന്നതല്ലാതെ വേറെ മെയിനായിട്ടൊന്നും ചെയ്യുന്നില്ല. അമ്പലങ്ങളിലൊക്കെ അന്നദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസത്തെ അന്നദാനം, അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ അന്നദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകും. അതായത് പ്രതീക്ഷിക്കാതെ ഒരു രീതിയിൽ നമുക്കൊരു സൗഭാഗ്യം വരുമ്പം കൂടെ നിൽക്കുന്ന ആൾക്കാർ പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മൾ അവർ പ്രതീക്ഷിക്കും, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കഴിയും നമ്മൾ കൊടുക്കും. അതിൽ കുറച്ച് പേർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചിലത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് പിണക്കം, പ്രശ്നം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധുക്കളുടെ ഇടയിൽ നിന്നുണ്ട്, ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്നുണ്ട്. അപ്പോൾ അത് എനിക്കല്ല, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് കൊടുക്കാൻ പറ്റുമോ നമുക്ക്. കാരണം സ്റ്റാർട്ടിങ് നമുക്ക് പൈസ വന്നപ്പോൾ തന്നെ നമ്മൾ കുറേ രീതിയിൽ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ എമൗണ്ടല്ല, വലിയ എമൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് തുടക്കത്തിലായതുകൊണ്ട് കൊടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്കത് കിട്ടാതായപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതായത് എല്ലാവരും ആ സമയത്ത് വാങ്ങിക്കുന്നതല്ലാതെ തിരിച്ചു തരുന്നത്. തിരിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കിട്ടിയ പൈസയല്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഇത് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് അത്രത്തോളം സ്നേഹമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചൊന്നും കിട്ടുന്നില്ല. കടം വാങ്ങിച്ചിട്ട് തിരിച്ച് തരാതെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം പിന്നെ അതെങ്ങനെ നമ്മൾ കൊടുക്കും? അത് അത്രമാത്രം വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നോക്കിയും കണ്ടും മാത്രം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും ഞാൻ സഹായിക്കുന്നുണ്ട്. എല്ലാം നോക്കി ചെയ്യുന്നുള്ളൂ. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, എല്ലാ കാര്യം പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷനൊന്നും എടുക്കില്ല. രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ആർക്കും ഒരാൾക്കൊരു പൈസ കൊടുക്കണമായിരുന്നാലും എന്തെങ്കിലും സാധനം വീട്ടിലത്തേക്ക് വാങ്ങണമായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്തേ ചെയ്യുള്ളൂ. ഒറ്റയ്ക്ക് ഒരാളുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് ചാടി കയറി എടുക്കില്ല. അതിൽ എന്നെക്കാട്ടി കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എൻ്റെ ഫ്രണ്ട്സുകൾക്കും ബന്ധുക്കൾക്കാണ്. കാരണം എൻ്റെ അടുത്ത് ചോദിക്കാൻ ഡയറക്റ്റാണ് മടിച്ച് അവരെ കൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും ഉണ്ടാകുന്നുണ്ട്. കാരണം അവരെൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അത് പറ്റില്ലെന്ന് പറയുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഈ വിട്ട് ചോദിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളും വരുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ് തുടങ്ങിയ ടൈമിന് കുറേ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ സമയത്ത് തുടങ്ങിയ സമയത്ത് അമ്പലങ്ങളിലായാലും വേറെ ഓരോ ഫംഗ്ഷനുകളായാലും വലിയ വലിയ എമൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് എമൗണ്ട് അവരെഴുതുന്നത് നമ്മളിപ്പോൾ കുറച്ച് കൊടുക്കുമ്പോൾ കുറച്ച് 1-2 പ്രാവശ്യം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പിന്നെ അതെല്ലാം ഞാൻ നോക്കി കണ്ട് ചെയ്ത് പോകുന്നുണ്ട്. വേറെ ഇപ്പം മെയിനായിട്ട് അതൊക്കെയാണുള്ളത് ബുദ്ധിമുട്ട്. എമൗണ്ട് പണ്ടത്തേനെക്കാട്ടി കുറച്ച് കൂടുതലല്ലേ ഇപ്പോൾ വാങ്ങുന്നത്. അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് പറയും. പിന്നെ എനിക്ക് കൂടുതലിപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഡയറക്റ്റായിട്ടൊരു കടയിലോ ഒരു തുണിക്കടയിലോ സൂപ്പർ മാർക്കറ്റിലോ ഒന്നും പർച്ചേസ് ചെയ്യാനോ ഒന്നിനും പോകാൻ പറ്റില്ല. കാരണം അത് 10 രൂപ സാധനമാണെങ്കിൽ വേറൊരാൾ പോകണമെങ്കിൽ അത് 8 രൂപ കൊടുക്കും. പക്ഷേ ഞാനാണ് പോകുന്നതെങ്കിൽ ആ 10ൻ്റെ സാധനം 12 ആവുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതായത് എൻ്റെ വീട്ടിലിപ്പോൾ ഒരു പണിക്ക് ആളെ വിളിച്ചാൽ തന്നെ എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ 500 വാങ്ങിക്കുന്നതാണെങ്കിൽ അത് 800 ആയിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാകുന്നുണ്ട്. വേറൊന്നുമില്ല. അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒന്ന് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഓരോ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, അതായത് കാണുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഓരോ സങ്കടങ്ങളും കാര്യങ്ങളും കരഞ്ഞ് അങ്ങനെ അത്രത്തോളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ വെച്ച്.
അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റിച്ചായി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു ആൻറ്റി കണ്ട് കരഞ്ഞ് കുറേ സങ്കടവും കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ ഈ ഓട്ടോ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ഞാൻ കൺസ്ട്രക്ഷനായിരുന്നു അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വേണ്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് സെറ്റായതിനു ശേഷം ഞാൻ വീട് വെച്ച് കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പ് ചെയ്യും. ഇപ്പം നോക്കുന്നില്ല, ഇപ്പം മെയിനായിട്ട് ഹോട്ടലാണ്. കാരണം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കാരണം അതിൽ നിന്ന് കുറച്ച് പേർക്ക് ജോലി കൊടുത്ത് അത് ചെയ്യണം, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഇതാണത്. അപ്പോൾ അത് ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചാടിക്കാനൊന്നും ചെയ്യാതെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്യാൻ നമുക്ക് നല്ല ഒരു കട കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. നമ്മൾ കുറേ കടകളൊക്കെ അന്വേഷിച്ചു. നല്ല പ്രോപ്പറായിട്ടുള്ള സ്ഥലം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ നോക്കിയാണ് നമ്മൾ വിട്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ചാടിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അബദ്ധത്തിൽ പെട്ടുപോണേ കാട്ടി കുറച്ച് നാൾ ആ പൈസ നമ്മൾ സേവ് ചെയ്യാൻ വിട്ട് FDയിലായിരുന്നാലും ഇട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്താണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മൾ ആ എമൗണ്ട് അങ്ങനെ എടുത്തിട്ടില്ല. കുറച്ച് സ്ഥലം വാങ്ങാൻ ഒഴിച്ച് ബാക്കി എമൗണ്ടൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. വന്നിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നത്. അതായത് പലവർക്കും ഇത് അറിയില്ല. ഈ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ അത് എത്ര വരും. ഇവർ നമുക്കിപ്പോൾ 25 അടിച്ച് കഴിഞ്ഞാൽ 25 പലവരും വിചാരം 25 നമുക്ക് കിട്ടുമെന്നാണ്. അത് പലവർക്കും അറിയില്ല അതിനെപ്പറ്റി. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ അതിൻ്റെ പകുതിയെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കേന്ദ്രത്തിലും ഇവിടെ ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം പോയിട്ടേ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. ഫസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് 3 കോടി രൂപ അടുപ്പിച്ച് 2 കോടി നമുക്ക് ടോട്ടലെല്ലാം ഒരു 12 ചില്ലറ അടുപ്പിച്ച് നമുക്ക് കൈ കിട്ടുള്ളൂ. അതായത് നമ്മൾ അടിക്കുന്നതിൻ്റെ ഒരു 10% നോക്കിയാൽ മതി. അപ്പോൾ ചാടിക്കറി നമ്മൾ അതിനു മുമ്പ് എല്ലാവർക്കും എടുത്ത് കൊടുത്താൽ എല്ലാം കഴിയും. അത് നമ്മളെ ഇപ്പോൾ ബന്ധുക്കളും അടിച്ച സമയത്ത് കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെയാണ് അത് കൊടുത്തതും കാര്യങ്ങളും എല്ലാം. കാരണം ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പോകും. അതേപോലെ 2 വർഷം ഞാൻ ഒന്നിലും പോയിട്ടില്ല. ഈ 2 വർഷം വരെ ഞാൻ പൈസ ഫിക്സഡ് ഇട്ടിട്ട് ഒന്നിനും ചെയ്തിട്ടില്ല. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓരോരോ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ലോട്ടറി അടിക്കുന്ന ആരായാലും അങ്ങനെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചോടൻ തന്നെ ആ പൈസ എടുത്ത് നമ്മൾ ബന്ധുക്കൾക്കും ആളെല്ലാവരും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. കൊടുക്കേണ്ടെന്നല്ല, നമ്മൾ 2 വർഷമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് വരുന്ന വരുമാനം എടുത്ത് ചെയ്യണം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഫിക്സഡ് ഇട്ടതിൽ നിന്നും ഞാൻ അല്ലാതെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അങ്ങനെ കൊടുക്കാനുള്ള പ്ലാൻ എല്ലാം ചെയ്യുന്നത് ഇതിൽ നിന്ന് വരുന്ന പൈസ എടുത്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു സഹോദരിക്കോ ചേട്ടനോ ആർക്കായാലും ലോട്ടറി ഇപ്പോൾ അടിച്ചാൽ എന്തെങ്കിലും ഒരു സൗഭാഗ്യം വന്നാലും ഒരു അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും ഞാൻ ചോദിക്കുന്നത്. അവരെ കൊണ്ട് അത് തരാൻ പറ്റാതാകുമ്പോൾ എനിക്കും പെട്ടെന്ന് ആ ഒരു ദേഷ്യവും സങ്കടവും കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനത്തെ കുറച്ച് ഇത് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാരണം അവർ ചോദിക്കുന്ന എമൗണ്ട് ചെറുതാണെങ്കിൽ കുഴപ്പമില്ല, വലിയ എമൗണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എന്നെ കൊണ്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആദ്യ സമയത്ത് നമുക്ക് ലോട്ടറി അടിച്ച സമയത്ത് ഒരു വർഷത്തോളം അടുപ്പിച്ച് കാണും. നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. 7 മാസം കഴിഞ്ഞ് 8 തുടങ്ങാൻ ആ സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിരുന്നാലും വീട്ടിൽ നിറയെ ആളുകൾ വരുമായിരുന്നു. സമയത്ത് നമുക്ക് ആർക്കും പറയാനും പറ്റില്ല. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മോന് വയ്യായിരുന്നു ആ സമയത്ത്. ആദ്യം കുറച്ച് നാളുകളിൽ ലോട്ടറി അടിച്ച് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കാം അന്നൊക്കെ നിറയെ ഭയങ്കര ആളായിരുന്നു വീട്ടിൽ. ചുമ്മാ ഇങ്ങനെ വന്നു പോയി എല്ലാവരുടെയും വിചാരം ദൂരെ നിന്ന് കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ദൂര സ്ഥലത്തു നിന്നാണ് കൂടുതൽ ആൾക്കാർ വന്നത്. അടുത്തുള്ളതിനെക്കാട്ടി ആ സ്ഥലത്ത് നമുക്ക് ഭയങ്കര പാടായിരുന്നു. അതിലിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് ലോട്ടറിയിൽ ഇപ്പോൾ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ വെച്ചാണ് അത് കൊടുക്കുന്നത്. അതായത് 3 നമ്പറിന് ഇത്ര പൈസ. അങ്ങനെ 2 പുള്ളിക്കാരന്മാർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരാളെ 7 ലക്ഷം, ഒരാളെ 3.5 ലക്ഷം. അതായത് എൻ്റെ ഫോട്ടോ വെച്ച് എഴുത്തെന്നുള്ള ഒരിതാണത്. അപ്പോൾ ആ രീതിയിൽ അവർ ചെയ്ത് പൈസ പോയെന്ന് പറഞ്ഞാൽ അവർ ഫുൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുമായിട്ട് ഇവിടെ വന്നായിരുന്നു. വീട്ടിൽ വന്ന് അവർ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് തന്നിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം അത് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഫോട്ടോ വെച്ച് ചെയ്യുന്നതാണ്. പത്രത്തിലൊക്കെ വന്നില്ല ഒരു ഫോട്ടോ, അത് വെച്ചിട്ട് ചുമ്മാ ഫേക്ക് ആയിട്ട് ആളുകൾ ഒരു ചാനലിലൊക്കെ ഇട്ടൊക്കെ ചെയ്യുമല്ലോ. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ മാസം ഇതേപോലെ ഒന്ന് വന്നിട്ടുണ്ട്. അത് അപ്പോൾ എൻ്റെ ഫോട്ടോ വെച്ച് ചെയ്യുന്നതാണ്, അത് ഞാനല്ല ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പത്രത്തിൽ വന്ന ഫോട്ടോകളാണ്. നമ്മുടെ വീഡിയോ ഒക്കെ വന്നില്ല ആ സമയത്ത്, ഭഗവതി നിൽക്കുന്ന അങ്ങനത്തെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. ഞാൻ ലോട്ടറി എടുക്കാറുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. പണ്ട് എടുത്തതിൻ്റെ കാട്ടി ഇപ്പം കുറച്ച് കുറഞ്ഞെന്ന് പറയണം. പണ്ട് നല്ല രീതിയിൽ ലോട്ടറി എടുക്കുന്നത്, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ സെയിം ആണ് എടുക്കുന്നത്. ഒരു നമ്പർ സെറ്റാറ്റി അങ്ങനെ എടുക്കുന്നുണ്ട്. അത് ആഴ്ചയിലോ മാസത്തിലോ അങ്ങനെ എടുക്കുള്ളൂ. ഇപ്പോൾ വലുതായിട്ട് എടുക്കുന്നില്ല, കുറച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ അടുത്ത് എമൗണ്ട് കൂട്ടിയിട്ടുണ്ട് ലോട്ടറിക്ക്. ഇനി 50 രൂപ ടിക്കറ്റിന് 1 കോടി വെച്ച് ലോട്ടറിക്ക് നല്ല എമൗണ്ട് ഇപ്പം കൂട്ടിയിട്ടുണ്ട്.